ജെഎസ്എസ് രാജൻ ബാബു വിഭാഗത്തിൽ നിന്നും നേതാക്കൾ രാജിവെച്ചു. യുഡിഎഫിലെ ഘടകകക്ഷിയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് രാജിവെച്ചവർ പറഞ്ഞു. 1994 മുതൽ യുഡിഎഫിന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ വിജയിക്കുകയും ചെയ്ത ജെഎസ്എസിനാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇല്ലാതായത്. കേരളത്തിൽ ജെഎസ്എസ് രാജൻ ബാബു വിഭാഗത്തിന്റെ ഏറ്റവും ശക്തമായ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. എന്നാൽ നേതൃത്വത്തിന് ഒരു സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജെഎസ്എസ് രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുളക്കട രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രജീഷ്, ജേക്കബ് ജോർജ, ചാത്തന്നൂർ സെക്രട്ടറി സീമ, കൊട്ടാരക്കര സെക്രട്ടറി തുളസീധരൻ എന്നിവർ അറിയിച്ചു. 1994 മുതൽ യുഡിഎഫിന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ ജയിച്ച് KR ഗൗരിയമ്മ മന്ത്രിയായി നിന്ന ഈ പ്രസ്ഥാനം ഇത്രയും നാളെ യുഡിഎഫിനോടൊപ്പം സഹകരിച്ചിട്ട് ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ജെഎസ്എസിന് ഒരു ജനപ്രതിനിധി ഇല്ല നിയമസഭയിൽ. ഇനിയും ഒരു നിയമസഭയിൽ ഒരു ജനപ്രതിനിധി ഇല്ലാതെ ഈ പാർട്ടിയിലെ പാവപ്പെട്ട അണികൾ നിലനിന്നു പോകാനും അവർക്കുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കാത്തൊരു സാഹചര്യം കൊണ്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം യുഡിഎഫിൽ നിന്നൊരു സീറ്റ് വാങ്ങിയെടുക്കാൻ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തനം ജനസേവനത്തിന് വേണ്ടിയാണെന്നും അഴിമതിരഹിതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പൊതുസേവകരെന്നും പറയുമ്പോഴും ഒരു MLA ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരു വിലയുമില്ല. കാരണം ഒരു കാർഷിക സമിതിയിൽ പോലും ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് പോലും അംഗമായിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ 15 വർഷമായി നിലനിന്നിട്ടും ഈ പാർട്ടിയിൽ ധാരാളം ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിശ്വാസികൾ നിലനിന്നു പോയി. ഈ ഭരണത്തിന്റെ യാതൊരുവിധമായ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ഒരാളെ ഭരണപരമായി സഹായിക്കാൻ പോലും കഴിയാത്തിട്ടും ഈ കൊല്ലം ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 9 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡല കമ്മിറ്റികളുണ്ട്. രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും യുഡിഎഫിന് എതിരാണെന്നോ LDFിനോ BJPക്കോ അനുകൂലമാണെന്നോ അല്ലെന്നും ഇവർ പറയുന്നു. സമാന ചിന്താഗതിയുള്ള ഏതൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതിന് യാതൊരു മടിയുമില്ലെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.